നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി 75 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഫുട്ബോൾ ലോകത്ത് അതിൻ്റെ ഒരു ആവേശമുണ്ടോ? അതിനേക്കാൾ കൂടുതൽ ആശങ്കയാണോ എന്നതാണ് ചോദ്യം. പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇതാ 6 മേജർ കൺസേൺസ്, ഈ വേൾഡ് കപ്പിന് മുമ്പ് ഉള്ള 6 മേജർ കൺസേൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ട്രംപ് ഒരു കൺസേൺ, ട്രംപാണ്. ട്രംപിൻ്റെ ട്രാവൽ ബാൻസ്, അതുപോലെ തന്നെ ICE, അതുപോലെ തന്നെ ഇറാൻ്റെ എൻട്രി, പിന്നെ നിലവിലുള്ള യുദ്ധം, ടിക്കറ്റ് പ്രൈസ് സ്കൈ റോക്കറ്റ് ആവുന്നു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വേൾഡ് കപ്പിനെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നാണ് അവരിപ്പോൾ വിലയിരുത്തുന്നത്. മാർക്ക് ഡോയലാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. നമ്മളതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് നോക്കുകയാണ്. കാരണം എല്ലാവർക്കും, നമ്മൾ ഫുട്ബോൾ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, ഇത്തവണത്തെ വേൾഡ് കപ്പ് അത്ര സ്മൂത്തായിട്ട് നടന്നു പോവില്ലേ എന്ന്. കഴിഞ്ഞ തവണ ഖത്തറിലൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് വേൾഡ് കപ്പ് നടന്നത്, എത്ര സ്മൂത്തായിട്ടാണ് വേൾഡ് കപ്പ് നടന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വേൾഡ് കപ്പിന് ആശങ്കകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. US വേൾഡ് കപ്പ് നടക്കുന്നത്. അവിടുത്തെ ഫസ്റ്റ് സ്പോർട്സ് ഫുട്ബോളൊന്നുമല്ല. അതിന് വലിയ ഒരു പ്രാധാന്യം ഇതുവരെ ഇല്ല. 94 അവിടെ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തവണ എന്താകും? ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും US മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പ് മത്സരങ്ങൾക്കുണ്ട്. അതിൽ കാനഡയിൽ അത്ര വലിയ ഇഷ്യൂ ഇല്ലെങ്കിലും മെക്സിക്കോ ആൻഡ് US ഇവിടുത്തെ മത്സരങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ goal.com ലിസ്റ്റ് ചെയ്യുന്നത് ട്രാവൽ ബാൻസ് ആണ്. ഇപ്പോൾ വലിയ സംഭവമായിട്ട് ഫിഫ പ്രസിഡന്റ് പറയുന്നത് ദി വേൾഡ് ഈസ് വെൽക്കം ഇൻ അമേരിക്ക എന്നാണ്. പക്ഷെ അതൊന്നുമല്ല നിലവിലെ അവസ്ഥ എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത്. അതായത് ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് വി വിൽ ഹാവ് ബിറ്റ്വീൻ 6 and 7 million ടിക്കറ്റ് സോൾഡ് ഫോർ ദി മാച്ചസ് എന്നാണ്. അപ്പോൾ 6 മില്യൺ 7 മില്യൺ ടിക്കറ്റ്, 70 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വി വിൽ ഹാവ് ബിറ്റ്വീൻ 5 and 10 million പീപ്പിൾ കമ്മിങ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് ടു എൻജോയ് ദി വേൾഡ് കപ്പ്. അപ്പോൾ 60 ലക്ഷം ആളുകൾ, അതായത് 5 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ, 50 60 അല്ല, 1 കോടി, 50 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ കളി കാണുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കളി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് US എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പറച്ചിലിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. വിശദീകരിച്ച് തന്നെ ഇപ്പോൾ goal.com അത് വിലയിരുത്തുന്നുണ്ട്. മോർ ഇൻക്ലൂസീവ് വേൾഡ് കപ്പ് എവർ എന്നാണല്ലോ ഫിഫയുടെ ഒരു ടാഗ് ലൈന്. ഇൻഫാന്റിനും അതാണ് പറയുന്നത്, മുമ്പ് എന്നത്തേനേക്കാളും കൂടുതൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കിയിട്ടുള്ളൊരു വേൾഡ്, ഫുട്ബോൾ യുണൈറ്റ്സ് വേൾഡ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. US ഈ വേൾഡ് കപ്പിൻ്റെ 104 മത്സരങ്ങളിൽ 78 മത്സരങ്ങളും നടക്കുന്നത്. അങ്ങോട്ടേക്ക് എത്താൻ തീർച്ചയായിട്ടും ഒരുപാട് രാജ്യങ്ങളിലെ ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ, ഈവൻ ടിക്കറ്റ് എടുത്തവർ പോലും ബുദ്ധിമുട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കറണ്ട് പോളിസി അമേരിക്ക ഫസ്റ്റ് അജണ്ട, അതാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പല രാജ്യങ്ങളിലേക്കും അങ്ങോട്ടേക്ക്, പല രാജ്യങ്ങളിലെ ആരാധകർക്കും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. നോക്കുക, ഇപ്പോൾ ടൂറിസ്റ്റ് വിസാസ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് പ്രധാനമായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള സെനഗൽ, ഐവറി കോസ്റ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് ടൂറിസ്റ്റ് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇറാൻ, ഹെയ്ത്തി, ഈ രാജ്യങ്ങളിലെ ആരാധകർക്ക് US കാലുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥ ഇപ്പോഴുണ്ട്. കൂടാതെ വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. $15,000, ഏതാണ്ട് 10-14 ലക്ഷം രൂപ നേരത്തെ അവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ വിസ കിട്ടൂ എന്നുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ അതും ഇതെല്ലാം കൂടി വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലെ ആരാധകർക്ക് കളി കാണാൻ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ആശങ്ക. ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സെനഗൽ, ഐവറി കോസ്റ്റ്, അൾജീരിയ, ടുണീഷ്യ, വേൾഡ് കപ്പിന് ആദ്യമായിട്ട് യോഗ്യത നേടിയ കേപ്പ് വെർദെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള വലിയ തുക കെട്ടിവെച്ച് വേണം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പോലും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ അങ്ങനെ മോർ ഇൻക്ലൂസീവ് വേൾഡ് കപ്പ് എന്നുള്ള ടാഗ് ലൈൻ പൊളിയുന്നു. പിന്നെ ടിക്കറ്റ് പ്രൈസസ് വലിയ രൂപത്തിൽ ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടായപ്പോഴാണ് ഫിഫ
ഒരു മോർ അഫോർഡബിൾ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്മോൾ നമ്പർ ഓഫ് ടിക്കറ്റ്സ് അവതരിപ്പിച്ചത്. $60 ടിക്കറ്റ് ലോയൽ ഫാൻസിന്. 48 ക്വാളിഫൈ ചെയ്തു വരുന്ന രാജ്യങ്ങളിലെ ലോയൽ ഫാൻസിന് $60 ടിക്കറ്റ് കൊടുക്കുന്ന ഫിഫ പറയുന്നുണ്ടെങ്കിലും അത് വളരെ കുറഞ്ഞ ആളുകൾക്ക്. അതല്ല യഥാർത്ഥത്തിലുള്ള അവസ്ഥ. വലിയ രൂപത്തിലുള്ള ടിക്കറ്റ് പ്രൈസ് വരുന്നു. അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനുള്ള ചിലവും കൂടുന്നു. ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കളി കാണാൻ വേണ്ടി എത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി ഇപ്പോൾ goal.com വിലയിരുത്തുന്നു. അത് കൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻസാണ്. US-ലെ കണ്ടീഷൻസ്. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ കണ്ടീഷനാണോ അവിടെ ഉള്ളത്? കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ പിച്ചുകളുടെ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ചൂട് കാരണം വാട്ടർ ബ്രേക്ക് കൊടുക്കേണ്ട അവസ്ഥ. ഡഗ് ഔട്ടിലിരുന്ന് കളി നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കളി കാണാൻ പറ്റാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലൊക്കെ ഇരിക്കുന്നവർ ലോക്കർ റൂമിൽ പോയി ഇരിക്കേണ്ട അവസ്ഥ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പ് നടത്താൻ പറ്റിയതാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല. കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ജൂഡ് ബെല്ലിംഗാം പറഞ്ഞില്ലേ, ഇവിടുത്തെ കണ്ടീഷൻസ് നോട്ട് ഗ്രേറ്റ് അറ്റ് ഓൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൂയിസ് എൻറിക്കെ കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞു. ഒരു NBA കോർട്ട്, നിറയെ ഹോൾസ് ഉള്ള ഒരു NBA കോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അതാ സംഭവിക്കുന്നത്. ഇവിടെ ബോള് ഒരു മുയലിനെ പോലെ ചാടി ചാടി പോവാണ്. ഇത് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടല്ല എന്ന് അന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞു. സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെയുള്ള PSG-യുടെ കളിക്ക് ശേഷം. പിന്നെ കൂളിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കളി നിർത്തിവെക്കുന്നതിരെ എൻസോ മാരസ്ക ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് നമ്മളന്ന് കണ്ടിരുന്നു. അന്ന് ചെൽസിയുടെ കോച്ചായിട്ട് അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ 3 മിനിറ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ അവരുടെ ഒരു ഫുട്ബോൾ പരിപാടി ഉണ്ടല്ലോ. അവർ ഫുട്ബോൾ എന്ന് വിളിക്കുന്നത്, ഇതിനെ സോക്കർ എന്നും ഫുട്ബോൾ എന്ന് വിളിക്കുന്ന റഗ്ബി പോലെയുള്ള ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതിന് ഉണ്ടാവുന്ന ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ കളി നിർത്തിയിട്ട് വീണ്ടും കളി ആരംഭിച്ചിട്ട് അങ്ങനെ 4 ഭാഗമായിട്ട് കളി നടത്തുന്ന രീതി. ഇത് ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിന് കൂടുതൽ വഴിയൊരുക്കും. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല ഇല്ല എന്ന് തന്നെ ഇപ്പം ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നു. കൂടാതെ അമേരിക്കയിലെ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് കണ്ടില്ല, പല കളികളും നിർത്തിവെച്ചു. ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാകുമ്പോൾ കളി വെക്കുന്നു. 10 മൈൽ റേഡിയസിൽ ലൈറ്റ്നിങ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി കാര്യം പറഞ്ഞുകൊണ്ട് കളി നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ചെൽസിയുടെ കോച്ച് എൻസോ മരസ്ക പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 113 മിനിറ്റ് ആണ് അവരുടെ ബെൻഫിക്കെതിരെയുള്ള കളി നീണ്ടുപോയത്. ഫോർ മീ ഇറ്റ്സ് നോട്ട് ഫുട്ബോൾ എന്ന് തന്നെ അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഐ തിങ്ക് ഇറ്റ്സ് എ ജോക്ക്. തീർച്ചയായിട്ടും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം ഒരു ഗെയിം സസ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ 6, 7, 8 മത്സരങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇതല്ല ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ നടത്തേണ്ട സ്ഥലം. ഇവിടെ ഫുട്ബോൾ കളി നടത്താൻ പറ്റുന്ന സ്ഥലമല്ല എന്ന് അദ്ദേഹം അന്ന് US-ലെ കണ്ടീഷനെതിരെ പറഞ്ഞിരുന്നു. അതേപോലെ സമ്മറിലാണ് ഇത്തവണത്തെയും വേൾഡ് കപ്പ് വരുന്നത്. ഏതൊക്കെ കളികൾ എങ്ങനെയൊക്കെ നിർത്തേണ്ടി വരും, എങ്ങനെയൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടും നമുക്കറിയാലോ. ഇപ്പോൾ ഇന്റർ മയാമിയുടെ കളിയൊക്കെ കാണുമ്പോൾ സാധാരണ 3 മണിക്ക് വെച്ച കളി അല്ലെങ്കിൽ 5 മണിക്കാവുന്നു, അല്ലെങ്കിൽ 6 മണിക്കാവുന്നു, കളി ഇടയ്ക്ക് വെച്ച് നിർത്തി വെക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അത് ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു സമയത്തല്ലല്ലോ അവിടെ കളി നടത്തേണ്ടത്, അതില്ലാത്ത സമയത്താണല്ലോ കളി നടത്തേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഖത്തറിൽ എങ്ങനെയാണ് കളി നടത്തിയത്? സാധാരണ ജൂൺ ജൂലൈയിൽ നടക്കേണ്ട മത്സരം നവംബർ ഡിസംബറിലാണ് നടത്തിയത്. അതുപോലെയുള്ള സമയത്ത് മാറ്റാൻ പറ്റണം, അല്ലെങ്കിൽ അവിടെ കളി നടത്തരുത്, മറ്റു സ്ഥലത്തേക്ക് കളി മാറ്റണം. അതാണ് ഇപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചു വെക്കുന്നത്. പിന്നെ ICE എന്നുള്ളത് US-ൻ്റെ ഒരു പ്രോഗ്രാമാണ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫോഴ്സാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷനെ ടാക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം ഉള്ളത്. പക്ഷേ ഇത് വലിയ രൂപത്തിൽ അമേരിക്കയിൽ വിവാദമുണ്ടാക്കിയതാണ്. ഈ വർഷത്തെ ജനുവരിയിൽ തന്നെ 6 പേരെ ICE കസ്റ്റഡിയിൽ 6 പേര് മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ 2 പേരെ വെടിവെച്ചു കൊന്നു ICE പേഴ്സണൽസ് മിന്നേപ്പോളിസിൽ. അത് രാജ്യമാകമാനം വലിയ രൂപത്തിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. കോൺസിക്വൻ്റ്ലി ICEയുടെ ഇൻട്രീം ഡയറക്ടറായിട്ടുള്ള ടോഡ് ലിയൺസ് പറഞ്ഞത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് സെക്യൂരിറ്റിയിൽ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും എന്നാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊക്കെ റെയ്ഡ് നടക്കും. അപ്പോൾ കളി കാണാൻ വേണ്ടി വരുന്ന ആളുകളെ ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് ചെയ്യുന്നൊക്കെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ അവിടുത്തെ പൊളിറ്റീഷ്യൻസ് രംഗത്ത് വരുന്നതും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഏത് രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഡെമോക്രാറ്റ് ആയിട്ടുള്ള നെലിപ്പോ
ഇപ്പം മാർച്ച് 19 ഈ ഒരു കൺഫ്യൂഷനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരുമിച്ച് ചേർക്കുന്ന ഒന്നാണ്. അല്ലാതെ ഫാമിലീസൊക്കെ വന്നിട്ട് എന്തുകൊണ്ട് ICE ഏജൻസ് സ്റ്റേഡിയത്തിന് പുറത്ത് തങ്ങളെ കാത്തു നിൽക്കുന്നു, തങ്ങളെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് അത്ഭുതപ്പെടുന്ന ഒരു ഉണ്ടാവരുത് എന്ന് ഡെമോക്രാറ്റ് ആയിട്ടുള്ള നെലി പോ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ICEയുടെ തലവനോട് ഡയറക്റ്റ്ലി ഞാൻ ചോദിച്ചു ഒരു അഷുറൻസ്, സ്റ്റേഡിയത്തിൽ അവർ വരില്ല, സ്റ്റേഡിയത്തിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അത് അൺആക്സെപ്റ്റബിൾ ആണ്. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളിക്കളത്തിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്സ് ഉണ്ട്. നോ ICE റൈറ്റ്സ് ഇൻ ദി സ്റ്റേഡിയം എന്ന് അവർ എടുത്തു പറയുന്നു. ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ്, അതായത് ഒരു ആരാധക കൂട്ടമില്ലാതെ അവർ വളരെ ഫ്രീ ആയിട്ട് കളി കാണാൻ എത്താതെ ഒരു ടൂർണമെൻറ്റും സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. ലോ എൻഫോഴ്സ്മെൻറ്റ് സ്ട്രോങ് സെക്യൂരിറ്റിക്ക് വേണ്ടി വേൾഡ് കപ്പിന് ആവശ്യമുണ്ട്. അതിനർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നല്ല. വി ഷുഡ് നോട്ട് അലോ ഫിയർ ടു ഡിഫൈൻ ദിസ് മൊമെൻറ്റ് ആൻഡ് റൂയിൻ ദി ഗെയിംസ് എന്നാണ് ശക്തമായ ഭാഷയിൽ പാവു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് നടക്കും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടതാണ് ഈ ICEയുമായി ബന്ധപ്പെട്ട്. പിന്നെ ഡ്രഗ് കാർട്ടൽ വയലൻസ് അത് കണ്ടത് US-ലല്ല, മെക്സിക്കോയിലാണ്. മെക്സിക്കോയിൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ടുള്ളൊരു വയലൻസ് മെക്സിക്കോയിൽ ഉണ്ടാവുകയും അത് വലിയ രൂപത്തിൽ രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. 13 വേൾഡ് കപ്പ് മാച്ചസാണ് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതും ആശങ്കയുണ്ടായിരുന്നു. പിന്നെ വാറ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽ ആൻഡ് ലോജിസ്റ്റിക്കൽ പെർസ്പെക്റ്റീവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ goal.com വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ദി അൺപ്രൊവോക്ഡ് മിലിറ്ററി അറ്റാക്സ് ഓൺ ഇറാൻ കുഡ് മേക്ക് ഇറ്റ് മച്ച് മോർ എക്സ്പെൻസീവ് ഫോർ ഫാൻസ് ടു ട്രാവൽ ടു ദിസ് സമ്മേഴ്സ് വേൾഡ് കപ്പ് ആസ് ഓയിൽ പ്രൈസസ് ഹാവ് സ്കൈറോക്കറ്റഡ് ഡ്യൂ ടു പാർഷ്യൽ ക്ലോഷർ ഓഫ് എ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് goal.comൻ്റെ ലേഖകൻ നിരീക്ഷിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള അറ്റാക്ക്, മിലിറ്ററി അറ്റാക്കാണ് ഇറാന് മേൽ നടന്നത്. അപ്പോൾ അത് ഇപ്പം ഓയിൽ പ്രൈസും മറ്റ് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നു. അതോടുകൂടി US-ലേക്ക് ട്രാവൽ ചെയ്യുക, കളി കാണാൻ വേണ്ടി ട്രാവൽ ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പെൻസ് വലിയ രൂപത്തിൽ വർദ്ധിക്കും. അതും ഇത്തവണത്തെ വേൾഡ് കപ്പിന് ആളുകൾ ഒഴുകിയെത്തുന്നത് തടയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് വേൾഡ് കപ്പിന് ഇനി 75 ദിവസമേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്താകുമോ എന്തോ, കാരണം അവിടുത്തെ ഭരണാധികാരി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സ്ഥലത്ത് വേൾഡ് കപ്പ് എങ്ങനെ ഫിഫ സക്സസ്ഫുള്ളി നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ഇറാന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേൾഡ് കപ്പിൽ അവരുടെ 3 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് US-ലാണ്. അത് അവിടെ നിന്നും മാറ്റി മെക്സിക്കോയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ US-ൻ്റെ പുറത്ത് കാനഡയിലേക്ക് ആക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഫിഫ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഫിഫ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ഇറാൻ അവിടെ വന്ന് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ തൊട്ട് പിന്നാലെ പ്രസിഡൻറ്റിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അദ്ദേഹത്തിന് ദി ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റ് വന്നു, ഇറാൻ ഇവിടെ വന്ന് കളിക്കാം, പക്ഷേ അവരുടെ ജീവൻ എങ്ങനെയായിരിക്കും എന്ന്, അവരുടെ സെക്യൂരിറ്റി എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഭാഗത്തുനിന്ന് പറയുന്നു, മറുഭാഗത്ത് വേറെന്ന് പറയുന്ന രൂപത്തിൽ ഭരണാധികാരി നിൽക്കുമ്പോൾ കളി ഏത് രൂപത്തിൽ നടത്താൻ പറ്റും എന്നുള്ളൊരു ആശങ്ക ന്യായമായിട്ടും ഉയരുന്നുണ്ട്. സെനഗൽ പോലെയുള്ള, ഹെയ്റ്റി പോലെയുള്ള, ഐവറി കോസ്റ്റ് പോലെയുള്ള, കേപ്പ് വെർഡെ ഐലൻഡ് പോലെയുള്ള, അൾജീരിയ പോലെയുള്ള രാജ്യങ്ങൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ താരങ്ങൾ അവിടെ എത്താൻ വേണ്ടി വലിയ തുക കെട്ടിവെക്കേണ്ട അവസ്ഥ വരുന്നു. അവരുടെ ആരാധകർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. എന്നിട്ട് ഫിഫ പറയുന്നത് ഇതാണ് മോസ്റ്റ് ഇൻക്ലൂസീവ് വേൾഡ് കപ്പ് എന്ന് പറയുന്നു. എന്താകുമോ എന്തോ. എന്തായാലും ഖത്തറിൽ സ്റ്റേഡിയം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കുപൊട്ടി ഇറങ്ങിയ ജർമ്മനി ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ എങ്ങനെ ഇറങ്ങും എന്നുള്ളത് കണ്ടറിയണം. കാത്തിരിക്കാം അടുത്ത വേൾഡ് കപ്പിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടുക.